സരള ഒന്നും മിണ്ടിയില്ല. നമ്മൾ ഇന്നലെ അറിഞ്ഞത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഓ, എനിക്കൊന്നും കേൾക്കണ്ട. അറിയാനുള്ളതൊക്കെ ഇന്നലെ തന്നെ അറിഞ്ഞല്ലോ. ഇനിയും എന്താ ഉള്ളത്? അത് പിന്നെ അമ്മേ, എനിക്ക് പിന്നെ മുംബൈ വരെ പോകേണ്ടി വരും. എന്താ, മുംബൈക്ക് പോകണമെന്നോ? അവരുടെ മുഖത്ത് ആദിയും പരിഭ്രമവും നിറഞ്ഞു നിന്നു. അതെ അമ്മേ. അവൾ രാധിക പറഞ്ഞതൊക്കെ സരളയോട് പറയാൻ തുടങ്ങി. വേണ്ട മോളെ, ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. അവരെ വിളിച്ചു പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. എല്ലാം കേട്ടതും സരളയ്ക്ക് പേടിയും ദേഷ്യവുമൊക്കെ ഒരുമിച്ച് വന്നു. എന്തൊരു സ്ത്രീയാണ് രാധിക! സ്വത്തിനോടുള്ള ആർത്തിമൂത്ത് ഇങ്ങനെ ഒക്കെ ചെയ്യാമോ? ഇനി മാറ്റി പറയാൻ പറ്റില്ലമ്മേ. അതുമാത്രവുമല്ല, അമ്മയുടെ സർജറി എത്രയും പെട്ടെന്ന് നടത്താമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാലും മോളെ, ഒരു പരിചയവുമില്ലാത്ത നാട്ടിൽ ചെന്ന് നീ എങ്ങനെ? അതും കേട്ടിടത്തോളം ഈ സ്ത്രീയെ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. ഈ മാഡം ഷീല മാഡത്തിൻ്റെ ഫ്രണ്ടാ, വിശ്വസിക്കാം. പിന്നെയും സരള പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും മോഹിനിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. തൻ്റെ മകളെ കാത്തുകൊള്ളണമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ മാത്രമേ ആ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. മോഹിനി സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ആണ് പാർക്കിംഗ് ലോട്ടിൽ നിന്നും പരിചിതമായ ആ പുരുഷ ശബ്ദം കേൾക്കുന്നത്. ജസ്റ്റിൻ ചേട്ടൻ! ജോൺ സാറിനെ പോലെ തന്നെ തന്നോട് വലിയ കാര്യമാണ് ആൾക്ക്, അവൾ മനസ്സിലോർത്തു. തിരിഞ്ഞതും എന്നുമുള്ള പുഞ്ചിരിയുടെ സ്ഥാനത്ത് മങ്ങിയ മുഖത്തോടെ നിൽക്കുന്ന ജസ്റ്റിനെയാണ് കണ്ടത്. തെളിച്ചമില്ലാത്ത അവൻ്റെ മുഖം കണ്ടതും അവളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയും പതുക്കെ മങ്ങി. എന്താ ചേട്ടാ, താൻ ഇവിടുന്ന് പോകുവാണെന്ന് കേട്ടല്ലോടോ? ആ ചേട്ടാ, ഒരു ജോലി ശരിയായിട്ടുണ്ട്. മുംബൈയിലാണല്ലേ? മമ്മ പറഞ്ഞിരുന്നു. പക്ഷേ താനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ ചേട്ടാ, എല്ലാം പെട്ടെന്ന് ഒത്തു വന്നത്. അങ്ങനെ ആരോടും പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ല, അതാ. എന്നാ പോവേണ്ടത്? അത് ചേട്ടാ, നാളെ പോണം. നാളെയോ? ജസ്റ്റിൻ ആശ്ചര്യപ്പെട്ടു പോയിരുന്നു. അതെ ചേട്ടാ, എല്ലാം പെട്ടെന്നായിപ്പോയി. ആട്ടെ, എവിടെയാ ജോലി? അത് പിന്നെ ഷീല മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടില്ലേ, രാധിക മാഡം? അവരുടെ കമ്പനിയിലാണോ? അതെ. ജസ്റ്റിൻ്റെ ചോദ്യങ്ങൾ അവളെ അലോസരപ്പെടുത്താൻ തുടങ്ങി. എന്താ ജോലി? അത് പിന്നെ ചേട്ടാ, അവരുടെ എന്തിനാ മോഹിനി പരുങ്ങുന്നത്? ഞാനോ? ഞാൻ എന്തിനാ പരുങ്ങണം? ഞാൻ അറിഞ്ഞു മോഹിനി, രാധിക ആൻറ്റി നിനക്ക് ഓഫർ ചെയ്ത ജോലിയെക്കുറിച്ച്. മോഹിനി ആകെ വിളറി വെളുത്തു. ഷീല മാഡം ഇങ്ങനൊരു കാര്യം ജസ്റ്റിനോട് പറയുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തിനാ കുട്ടി നീ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ചത്? അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അതൊന്നും വേണ്ട ചേട്ടാ. അല്ലാതെ തന്നെ ഒരുപാട് സഹായങ്ങൾ ജോൺ സാർ ചെയ്തു തന്നിട്ടുണ്ട്. എന്നാലും മോഹിനി. വേണ്ട ചേട്ടാ, അതൊക്കെ പോട്ടെ. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ? ശരി. അവൻ്റെ വാക്കുകളിൽ ദുഃഖം നിഴലിച്ചു. അത്രയ്ക്കും ആഗ്രഹിച്ചിട്ടുണ്ട് ജസ്റ്റിൻ അവളെ. ഇപ്പോൾ അവൾക്ക് ഈ അവസ്ഥ വരാൻ ഒരു പരിധിവരെ അവൻ്റെ ആഗ്രഹവും ഒരു കാരണമായി. സത്യത്തിൽ ജോണിൻ്റെ നിർബന്ധം മൂലമാണ് ജസ്റ്റിൻ സൂപ്പർ മാർക്കറ്റിൽ വരാൻ തുടങ്ങിയത്. അവന് ഇതിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ആദ്യമായി സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ അധികം സമയമെടുത്തില്ല. പക്ഷേ പൊതുവെ പരുങ്ങിയ സ്വഭാവക്കാരനായ അവന് തൻ്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. മോഹിനിയെ കാണണമെന്ന ഉദ്ദേശത്തിൽ അവൻ ഷോപ്പിലെ ആ ബ്രാഞ്ചിലേക്ക് കാരണങ്ങൾ ഉണ്ടാക്കി വരാൻ തുടങ്ങി. മകൻ്റെ ബിസിനസ്സിലുള്ള അമിത താല്പര്യത്തിൻ്റെ കാരണം മനസ്സിലാക്കിയത് മുതൽ ഷീലയ്ക്ക് മോഹിനിയോട് അമർഷമാണ്. ജോൺ കൂടി അവളോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നത് അവർക്ക് സഹിച്ചിരുന്നില്ല. നേരിൽ കാണുമ്പോൾ മോഹിനിയോട് വൈരാഗ്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല എങ്കിലും ഉള്ളിൽ നിറയെ അവർക്ക് അവളോട് പക നിറഞ്ഞിരുന്നു. അതാണ് തൻ്റെ ഒറ്റ സുഹൃത്തായ രാധിക ഇങ്ങനൊരാവശ്യം പറഞ്ഞപ്പോൾ അവർ മോഹിനിയുടെ പേര് നിർദ്ദേശിച്ചത്. ജസ്റ്റിൻ്റെ മനസ്സറിഞ്ഞ ദിവസം അവർ എന്തൊക്കെ പുകിലുകളാണ് ഉണ്ടാക്കിയത്. അവളെപ്പോലെ ഒരുത്തിയെ കൂടെ കൂട്ടാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്ത് കളയുമെന്നു വരെ പറഞ്ഞു. അമ്മയെ എതിർക്കാനുള്ള ധൈര്യമൊന്നും അവനുണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. അതല്ലേ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇങ്ങനൊരു മാർഗം സ്വീകരിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ തന്നെ സ്വന്തം പ്രണയം പോലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത തന്നോട് തന്നെ അവന് പുച്ഛം തോന്നി. തന്നിൽ നിന്നും പതിയെ അകന്നു പോകുന്ന ആ പെൺകുട്ടിയെ നോക്കി നിശ്വസിക്കാൻ മാത്രമേ അവനപ്പോൾ കഴിഞ്ഞുള്ളൂ. അതിരാവിലെ സൂര്യൻ ടാറിങ്ങിന് കുറുകെ അതിൻ്റെ സ്വർണ്ണ നിറങ്ങൾ വീശുമ്പോൾ തിരക്കേറിയ എയർപോർട്ട് ടെർമിനലിൽ മോഹിനി നിന്നു. അവളുടെ ഹൃദയം ഒരേ സമയം പ്രതീക്ഷയോടെയും പരിഭ്രാന്തിയോടെയും ഇടിച്ചു. രാധിക എത്തിച്ചു നൽകിയ ടിക്കറ്റ് അവൾ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ടെർമിനലിലൂടെയുള്ള ഓരോ ചുവടുവെപ്പിലും സഹയാത്രികരുടെ സംസാരവും ലഗേജ് വണ്ടികളുടെ ശബ്ദവും ഉയർന്നു പൊങ്ങി. മോഹിനിക്കൊക്കെയും പുതിയ അനുഭൂതിയായിരുന്നു. ഗേറ്റിൽ വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ തൻ്റെ ബോർഡിംഗ് പാസ് അറ്റൻഡൻസ് നൽകി. മോഹിനി ജെന്റ് ബ്രിഡ്ജിൽ കയറുമ്പോൾ അവളുടെ സിരകളിലൂടെ ഒരുതരം മിന്നൽ പിണർ കടന്നുപോയി. ക്യാബിൻ